സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ചിപ്സ്. ഇന്ന് നമ്മൾ ഏത്തയ്ക്ക ചിപ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ അടുത്തെത്താറായി. എല്ലാവരും നേരത്തെ തന്നെ ഏത്തയ്ക്ക ചിപ്സ് തയ്യാറാക്കി വെച്ചോളൂ. ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.25 കിലോ പച്ച ഏത്തയ്ക്ക എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ട് ഇതിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഏത്തയ്ക്ക പൊളിച്ചൊക്കെ എടുക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ശർക്കര വരട്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാൻ മേലാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കായെല്ലാം നമ്മൾ കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട് പാടൊന്നുമില്ല. നമുക്ക് ഓരോന്നെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ സ്ലൈസറിൽ വെച്ച് അരിയാൻ എളുപ്പമുള്ളവർക്ക് അങ്ങനെ അരിയാം. എനിക്ക് കൈ വെച്ച് തന്നെ അരിയാനാണ് ഒന്നും കൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് തന്നെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ കായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പകുതി വീതം 2 പാത്രത്തിലായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്, നമുക്ക് വറുക്കാനുള്ള സൗകര്യത്തിന്. കാരണം അപ്പോൾ ഈ ഒരു പാത്രത്തിലത് വീതം ഇട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിക്കകത്താണ് ചിപ്സ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഒരു പാത്രത്തിലത് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് നമുക്ക് പാടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒരു കമ്പി, പപ്പടം കുത്തുന്ന കമ്പിയോ എന്തെങ്കിലും വെച്ച് ഒന്നിതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ അതെല്ലാ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് മൂത്ത് കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട്. ഇത് കണ്ടോ, ഒരു സൗണ്ട് കേൾക്കുന്ന കണ്ടോ, ഇത് മൂത്ത് തുടങ്ങിയതിന്റെ അടയാളമാണ്. അപ്പൊ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ഉപ്പെടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കുവാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചട്ടുക എന്തെങ്കിലും വെച്ച് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിമുകള് മറിയുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റും കൂടി മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിപ്സ് പാകത്തിന് മൂഫായി കിട്ടും. ഇപ്പൊ ചിപ്സ് പാകത്തിന് മൂഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചിപ്സ് മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഏത്തയ്ക്ക ചിപ്സ് ഒക്കെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നൈസ് കിച്ചൻ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.